ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ICDSൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ രണ്ടാം ഭാഗം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കനിവ് വരെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ, ലാസ്റ്റ് വീഡിയോ വരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്കായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ആർക്കാണ്? മാരകമായ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്. എത്ര വയസ്സിന് വരെ താഴെയുള്ളത്? 18 വയസ്സിന് താഴെ. വലിയവർക്കല്ല. താലോലം കുട്ടികൾ എന്ന് ആലോചിക്കുക അല്ലേ. അവർക്ക് അവരുടെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് താലോലം എന്നുള്ള ഒരു പദ്ധതി. അടുത്തത്, കിടപ്പിലായ രോഗികളുടെ വീട്ടിലെത്തിയിട്ട് അവരെ പരിചരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചതാണ് സാന്ത്വനം. ഓക്കെ, സാന്ത്വനം കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, അവരെ വീട്ടിലെത്തിയിട്ട് പരിചരിക്കുന്നത്. അടുത്തത്, തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് അമ്മത്തൊട്ടിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2002 നവംബർ 14. നവംബർ 14 ശിശുദിനം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മത്തൊട്ടിൽ, അങ്ങനെ ഓർക്കുക. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എവിടെയായിരുന്നു? തൈക്കാട് അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് 2002 നവംബർ 14. അടുത്തത്, ചൂഷണത്തിന് വിധേയമായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാകുന്ന അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രതിമാസം ധനസഹായം ലഭ്യമാക്കി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. എങ്ങനെയാണ്? ചൂഷണത്തിന് വിധേയരായിട്ട് അവിവാഹിതരായ അവസ്ഥയിൽ, അതായത് വിവാഹം കഴിയുന്നതിന് മുമ്പ് ചൂഷണത്തിന് വിധേയരായിട്ട് അവർ ഗർഭിണികളും പിന്നെ അമ്മമാരാവുന്നു. അങ്ങനെയുള്ളവർക്ക് പ്രതിമാസം, അതായത് മാസം തോറും ധനസഹായം കൊടുക്കുന്നതിനും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്തത്, നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടർ ചികിത്സ ലഭ്യമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതായിരുന്നു? ജാതക് സേവ. ജാതക് സേവയാണ് നവജാത ശിശുക്കളിലെ വൈകല്യങ്ങൾ, ന്യൂബോൺ ബേബീസിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിന്നീടുള്ള ചികിത്സകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ജാതക് സേവ. അടുത്തത്, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നത്. അപ്പം എന്താണ്? കിടപ്പ് രോഗികൾക്കല്ല, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാസം തോറും ധനസഹായം ആണ് ആശ്വാസ കിരണം. ഓക്കെ, ഇനി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്കായി ആരംഭിച്ച സൗജന്യ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. എങ്ങനെയുള്ളവർക്ക്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആർക്കാണ്? ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ചികിത്സയാണ് സുകൃതം. അടുത്തത്, സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള സർക്കാരാണ് ആരംഭിച്ചത്. ഇത് ക്ലീൻ ക്യാമ്പസ് ക്ലീൻ അല്ലെങ്കിൽ സേഫ് ക്യാമ്പസ്. ഓക്കെ, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ക്യാമ്പസിൽ എന്താണ്? സ്കൂളുകളും പെടുന്നുണ്ട്, കലാലയങ്ങൾ മാത്രമല്ല സ്കൂളുകളും പെടുന്നുണ്ട്. എന്തിനാണ്? ലഹരി മുക്തമാക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചതാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അടുത്തത്, സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരാണ് ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് ആരംഭിച്ചത് ഏതാണ്? സ്കൂൾ തല ആരോഗ്യ പദ്ധതി. സ്കൂൾ ലെവലിൽ ആരോഗ്യ പദ്ധതിക്ക് കൊടുത്ത പേരാണ് ബാലമുകുളം. അടുത്തത്, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭിക്കാനായിട്ട് കേരള പോലീസ് ആരംഭിച്ചതാണ് സ്മൈൽ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അല്ലേ ആരംഭിച്ചതാണ് കേരള പോലീസ് കൊണ്ടെന്നാണ് സ്മൈൽ. അടുത്തത്, മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. എത്ര വയസ്സാണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുനിസിപ്പലിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലോ ഉള്ള 65 മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ആര് കൊണ്ടുവന്നതാണ്? കേരള സർക്കാർ കൊണ്ടുവന്നതാണ് വയോമിത്രം എന്നാണ് ചോദ്യം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ടും ചോദിക്കും അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പറയണു എങ്ങനെയൊക്കെ ഒരു ചോദിക്കാം സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് എഴുതി വെച്ചേക്കുക. അടുത്തത്, കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്ന ബോധവൽക്കരണ പരിപാടി എന്തിനെതിരെയാണ്? ലഹരി ഉപയോഗത്തിനെതിരെയാണ് കേരള സർക്കാർ ആരംഭിച്ച സുബോധം എന്നുള്ള ബോധവൽക്കരണ പരിപാടി.
എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ടാണ് സർക്കാർ സമഗ്ര ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയതാണ് സമഗ്ര ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ഇത് ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെ. നെക്സ്റ്റ്, വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുന്നതിനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് അതാണ് തൂവാല വിപ്ലവം. ആരാണ് കൊണ്ടുവന്നത്? കേരള ആരോഗ്യ വകുപ്പ്. അപ്പോൾ കുറേ ആകുമ്പോൾ നമുക്ക് തെറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന് ഞാൻ പിന്നെയും പറയാണ്. തൂവാല വിപ്ലവം എന്ന് എഴുതുക, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് എഴുതുക, കേരള ആരോഗ്യ വകുപ്പ് എന്ന്. അങ്ങനെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകളായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്കത് നോക്കാൻ എളുപ്പമാവും. അല്ലാണ്ട് ഇങ്ങനെ നീട്ടി വലിച്ചെഴുതാണ്ട് പരമാവധി ഷോർട്ട് നോട്ട്സായിട്ട് എഴുതി വയ്ക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ കൺഫ്യൂസിങ് ആയതും എല്ലായിടത്തും ഒട്ടിച്ച് വയ്ക്കുക. ഞാൻ പിന്നെയും പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ കണ്ണെത്തുന്ന ഇടയ്ക്കിടയ്ക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബൈ ഹാർട്ടാവും. അടുത്തത്, കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് ധനസഹായം നൽകുന്നത് ആരംഭിച്ചാണ് ജനനി ജന്മരക്ഷയാണ് കേട്ടോ. അത് ജന്മരക്ഷ അല്ല, ജനനി ജന്മരക്ഷയാണ്. അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനായിട്ട്. എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ധനസഹായം നൽകുന്നതാണ് ജനനി ജന്മരക്ഷ. അടുത്തത്, ബാലവേല, ബാലഭിക്ഷാടനം, തെരുവ് ബാല്യവിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായിട്ട് ആരാണ്? ICDSകാർ പ്രത്യേകം നോക്കേണ്ടതാണ്. ഏതാണ്? വനിതാ ശിശു വികസന വകുപ്പാണ് അല്ലേ. അത് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണബാല്യം. ബാലവേല തടയാനും ബാലഭിക്ഷാടനം തടയാനൊക്കെ ആയിട്ട്. അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ്. ആർക്കാണ്? സ്കൂൾ വിദ്യാർത്ഥികളുടെ അവരുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ്. അടുത്തത്, സെറിബ്രൽ പാൾസി, ഓട്ടിസം, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായിട്ട് വിഭാവനം ചെയ്ത സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയ ഇൻഷുറൻസ്. എന്താണ്? നിരാമയ ഇൻഷുറൻസ്. സെറിബ്രൽ പാൾസിയൊക്കെ വന്നവർക്ക് വേണ്ടിയിട്ട്. അടുത്തത്, കേരള സർക്കാർ നടപ്പിലാക്കിയ ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. മാനസികമായ ആരോഗ്യം സംരക്ഷിക്കാൻ ആരുടെ? ഗർഭിണികളുടെയും അമ്മമാരുടെയും. നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് ഗർഭാവസ്ഥയിലും ആദ്യമായിട്ട് അല്ലെങ്കിൽ അമ്മമാരായതിനു ശേഷവും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ളവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മ മനസ്സ്. മാനസികാരോഗ്യം, അമ്മമാരുടെ അമ്മ മനസ്സ്, അങ്ങനെ ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. അടുത്തത്, സംസ്ഥാനത്തെ ജന്മന ബധിരരും മൂകരുമായ സംസാരിക്കാനും കേൾവി ശക്തിയും ഇല്ലാത്ത അങ്ങനെയുള്ള കുട്ടികളുടെ കോക്ലിയർ ന്യൂ പ്ലാന്റേഷൻ്റെ ശ്രവണശേഷിയും സംസാരശേഷിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം. ശബ്ദങ്ങൾ കേൾക്കാൻ എന്നുള്ളത് ഓർക്കുക. ശ്രുതി അല്ലേ. ശ്രുതി തരംഗം ആർക്കാണ്? സംസ്ഥാനത്തെ ജന്മന ബധിരരും മൂകരായ കുട്ടികൾക്ക് കോക്ലിയർ ന്യൂ പ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി, അതായത് കേൾവിശേഷിയും സംസാരശേഷിയും വീണ്ടെടുക്കാനുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ശ്രുതി തരംഗം. അടുത്തത്, പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും വേണ്ടി 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിന പ്രതിരോധം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ കർമ്മ പരിപാടിയാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനും അതിനെ നിയന്ത്രിക്കാനുമായിട്ട് 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രതിദിന പ്രതിരോധം അല്ലേ. പ്രതിദിനം എന്ന് വെച്ചാൽ എന്താണ്? ദിവസം തോറുള്ള പ്രതിരോധം എന്നുള്ള ആശയത്തിൽ അധിഷ്ഠിതമായ പരിപാടിയാണ് ആരോഗ്യ ജാഗ്രത. അടുത്തത്, കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അംഗപരിമിതർക്ക്, അതായത് എന്തെങ്കിലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായ, ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണം. ഇപ്പോൾ ബസ്സിലായാലും
വലിയ സ്റ്റെപ്പുകളാകുമ്പോൾ അംഗപരിമിതർക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. പിന്നെ ഹോസ്പിറ്റൽസിലുമൊക്കെ സ്റ്റെപ്പുകൾ കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള കുറേ രോഗികളുണ്ട്. വീൽ ചെയറിൽ മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള പാത്തുകൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അനുയാത്ര ആരംഭിച്ചത്. അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്നുള്ള ലക്ഷ്യം കൈവരിക്കാനായിട്ട് ആരംഭിച്ചത് ആരംഭിച്ചു? സംസ്ഥാന സർക്കാർ. അടുത്തത് കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായിട്ട് അനുയാത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാതോരം. ഓക്കെ, അംഗപരിമിതർക്ക് അവരുടെ കേൾവിശേഷി കൂടി, അവരുടെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായിട്ടാണ് ഏതിൻ്റെ കൂടെ അനുയാത്രയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ് കാതോരം. അടുത്തത് സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ചികിത്സയും കൗൺസിലിങ്ങും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഹോമിയോ ആസ്പത്രികളിലും നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? സീതാലയം. എല്ലാ ഹോമിയോ ആശുപത്രികളിലും എന്താണ്, സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകളും അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചികിത്സയും കൗൺസിലിംഗ് അതൊക്കെ എന്താണ്, ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അല്ലേ. ഇനി അടുത്തത് കൗമാരപ്രായക്കാരായ സ്കൂൾ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കൗമാരസ്ഥൗല്യം. ഓക്കെ, കൗമാരസ്ഥൗല്യം ആർക്കാണ്? കൗമാരക്കാർക്കായ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരംഭിച്ചതാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ചതാണ് കൗമാരസ്ഥൗല്യം. അടുത്തത് അമ്മയോ അച്ഛനോ മരിച്ചുപോയ കുട്ടികൾക്കും അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആളില്ലാത്തവർക്കും മാസം തോറും നിശ്ചിതമായിട്ട് ഒരു എമൗണ്ട് നൽകാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരാണ് ആരംഭിച്ചത്? സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ചതാണ് സ്നേഹപൂർവം. അച്ഛനും അമ്മയില്ലാത്തവരോ സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരോ ആയ കുട്ടികൾക്ക് മാസം തോറും നിശ്ചിതമായ തുക ആര് നൽകുന്നു? സാമൂഹിക നീതി വകുപ്പ്. ഏതാണ് പദ്ധതി? സ്നേഹപൂർവം. അടുത്തത് പ്രമേഹാനുബന്ധ നേത്രപടല രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ട് ആരംഭിച്ചു? കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി നയന അമൃതം. നയനം എന്ന് വെച്ചാൽ കണ്ണ് നോർക്കുക. പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് നേത്രപടല രോഗങ്ങളുടെ പരിശോധനയും ചികിത്സയ്ക്കുമായിട്ടാണ് നയനാമൃതം. അടുത്തത് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചതാണ് സനാഥ ബാല്യം. അനാഥരല്ല, സനാഥർ. ഓക്കെ, അനാഥരുള്ളവർ അല്ലേ. അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നല്ല ആരോഗ്യമുള്ളതും സന്തോഷമുള്ളതായ ഒരു ജീവിതം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ കൊണ്ടുവന്നാണ് എന്ത്? സനാഥ ബാല്യം. അവർ അനാഥരല്ല എന്നുള്ളൊരു തോന്നൽ അവരിലുണ്ടാക്കാൻ. ഓക്കെ, നല്ല സന്തോഷത്തോടു കൂടിയിട്ട് അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ. അടുത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി പോഷൺ അഭിയാന്റെ ഭാഗമായിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. ഏതായിരുന്നു? സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കാനായിട്ട് പോഷൺ അഭിയാന്റെ ഭാഗമായിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചതാണ് സമ്പുഷ്ട കേരളം. പോഷൺ അഭിയാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ജനന സമയത്ത് തന്നെ ഹൃദയരോഗവുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചതാണ് ഹൃദ്യം. ഓക്കെ, ജനന സമയത്ത് തന്നെ ഹൃദയരോഗവുമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ചികിത്സ ആരാ കൊണ്ടുവന്നത്? കേരള സർക്കാർ. അപ്പോൾ ഈ സാമൂഹിക നീതി വകുപ്പ് അങ്ങനെയുള്ള ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊന്ന് പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണം. കുറേ ആകുമ്പോൾ തെറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ആഴ്ച തോറും പരമാവധി നിങ്ങൾ റിവിഷൻ ചെയ്ത് പോവുക. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും നല്ല സർക്കാർ ജോലിയൊക്കെ കിട്ടി എല്ലാവരുടെ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.